പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജീസ് എക്സ്പ്രസ്. ഒരു ന്യൂസ് പേപ്പർ, ഒരു വർത്തമാന പത്രം അതെങ്ങനെയാണ് ഡെങ്കിപ്പനിയെ ശ്രീലങ്കയിൽ പ്രതിരോധിച്ചത്? ഒരു പത്രം എങ്ങനെയായിരിക്കും അത് പ്രതിരോധിക്കുക? പരസ്യം കൊടുത്താണോ? പരസ്യം കൊടുത്താൽ കൊതുക് പോകുമോ? പിന്നെ എങ്ങനെ? ശ്രീലങ്കയിലെ വലിയ ഒരു മാസ് ദിനപത്രമാണ് മോബിമ. ഉച്ചാരണം അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല, കാരണം സിംഹള ഭാഷയിലാണ് ഈ പത്രം. എന്നാൽ സത്യം ഇതാണ്, ഈ പത്രം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊതുക് കടിക്കില്ല. 2013 ഏകദേശം 30,000 പേർക്കാണ് ശ്രീലങ്കയിൽ ഡെങ്കിപ്പനി ബാധിച്ചത്. ഒരു നൈറ്റ് മെയർ പോലെയായിരുന്നു അന്ന് ശ്രീലങ്കയിൽ ഈ ഡെങ്കിപ്പനി പടർന്നു പിടിച്ചത്. ഈ സമയത്താണ് ശ്രീലങ്കയിലെ ഒരു ദേശീയ ദിനപത്രം മോബിമ ഒരു പുത്തൻ ആശയവുമായി വന്നത്. ഒരു മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ദിനപത്രം, അതായിരുന്നു അവരുടെ ആ ആശയം. അച്ചടി മഷിയുടെ കൂടെ സിട്രോനെല്ല എന്നു പേരായ ഒരു ഹെർബൽ ഓയിൽ കൂടി ചേർത്തുകൊണ്ടാണ് അവർ പത്രം അച്ചടിച്ചത്. ഈ സിട്രോനെല്ല അച്ചടി മഷിയിൽ ചേർത്തതോടുകൂടി സിട്രോനെല്ലയുടെ ഗന്ധം മൂലം കൊതുക് പത്രത്തിൻ്റെ അടുത്തേക്ക് വരാതെയായി. സിട്രോനെല്ല കൊതുകിനെ തുരത്തുന്നതിൽ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു. എങ്കിലും ഒരു പത്രം ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത് ലോകത്ത് ആദ്യമായിട്ടായിരുന്നു. 2014 വേൾഡ് ഹെൽത്ത് ഡേയുടെ അന്നാണ് ഈ ന്യൂസ് പേപ്പർ സിട്രോനെല്ല ചേർത്ത ആദ്യത്തെ പത്രം ഇറക്കിയത്. എന്തു വേണ്ടു, പത്രം കയറി അങ്ങ് ഹിറ്റായി. സിട്രോനെല്ല ചേർത്ത് അച്ചടിക്കാൻ തുടങ്ങിയതോടുകൂടി പത്രത്തിൻ്റെ സർക്കുലേഷൻ 30% കൂടിയത്. എന്താണ് സിട്രോനെല്ല എന്ന് നിങ്ങൾക്കറിയാമോ? അത് നമ്മുടെ പുൽത്തൈലം തന്നെയാണ്. സിട്രോനെല്ല അഥവാ ഇഞ്ചിപ്പുല്ല് വാറ്റിയെടുക്കുന്ന ഒരു ഓയിലാണ് ഈ സിട്രോനെല്ല ഓയിൽ. നമ്മൾ സാധാരണ കാണുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ മോസ്കിറ്റോ റിപ്പല്ലൻറ്റുകളിലും കൊതുകിനെ അകറ്റാൻ ഉപയോഗിക്കുന്ന പ്രധാന ഇൻഗ്രീഡിയൻറ്റ് പുൽത്തൈലമാണ്. ഈ പത്രത്തിൻ്റെ ഈ ഒരു ക്യാമ്പയിൻ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റി എന്നതാണ് സത്യം. ജനം രാവിലെയും വൈകിട്ടും പത്രം വായിക്കുവാൻ ആരംഭിച്ചു. സാധാരണ രാവിലെയും വൈകിട്ടുമായിരുന്നു കൊതുകിൻ്റെ കൂട്ടത്തോടെയുള്ള ആക്രമണം. കൊളംബോയിലെ ലിയോ ബേർണറ്റ് സൊല്യൂഷൻസ് എന്നു പേരായ ഒരു സ്ഥാപനമാണ് ആദ്യം ഈ ഐഡിയയുമായിട്ട് വന്നത്. അങ്ങനെയാണ് സിട്രോനെല്ല എസൻസ് അച്ചടി മഷിയുമായി ചേർത്ത് ലോകത്തെ ആദ്യത്തെ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് പത്രം അച്ചടിച്ച് വിതരണം ചെയ്തത്. പിന്നീട് അത് വലിയ ഒരു ക്യാമ്പയിനായി മാറുന്നു. സമൂഹത്തിലെ ഇടനിലക്കാരെയും അതിലും താഴെയുള്ള ആൾക്കാരെയും ഡെങ്കി എന്ന പനി ഉണ്ടാക്കുന്ന ഗുരുതരമായ അവസ്ഥാവിശേഷത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്ന വലിയ ഒരു ദൗത്യമാണ് അവർ അന്ന് ഏറ്റെടുത്തത്. പത്രം മാത്രമല്ല, ബസ് സ്റ്റോപ്പിൽ ഒട്ടിക്കുന്ന പോസ്റ്ററുകളും നോട്ടീസുകളും എല്ലാം അടങ്ങുന്നതായിരുന്നു ആ ബോധവൽക്കരണം. നേരത്തെ പറഞ്ഞതുപോലെ സർക്കുലേഷനിൽ മാത്രമല്ല 3 ലക്ഷം റീഡർഷിപ്പാണ് പത്രത്തിന് കിട്ടിയത്. ഈ ഇന്നൊവേറ്റീവ് പേപ്പർ BBC, വാൾ സ്ട്രീറ്റ് ജേർണൽ, ഹഫിംഗ്ടൺ പോസ്റ്റ് തുടങ്ങിയ 90ഓളം ഇൻ്റർനാഷണൽ മീഡിയയിലാണ് അന്ന് ഫീച്ചർ ചെയ്യപ്പെട്ടത്. സോഷ്യൽ മീഡിയയിലും വാർത്ത വൈറലായി. ബിൽഗേറ്റ്സ് ഉൾപ്പെടെയുള്ളവരുടെ ഹൈ പ്രൊഫൈൽ കമൻസും അതിനകമ്പടിയായി എത്തുകയും ചെയ്തു. പ്രിൻ്റ് മീഡിയ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു ആക്ഷേപം. ആ ഒരു സാഹചര്യത്തിൽ പ്രിൻ്റ് മീഡിയയെ എങ്ങനെ റിവൈവ് ചെയ്യാം എന്നതിനൊരു ഉത്തമ ഉദാഹരണമായിരുന്നു മോബിമ എന്ന ദിനപത്രത്തിൻ്റെ ഈ ഒരു കാൽവയ്പ്. നമുക്കുമുണ്ട് നമ്മുടെ നാട്ടിൽ ഒട്ടേറെ പത്രങ്ങൾ, മുത്തശ്ശി പത്രങ്ങളും മുത്തശ്ശൻ പത്രങ്ങളും ഒക്കെ ആയിട്ട്. യാതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന ഈ മുത്തശ്ശി പത്രങ്ങൾ വന്ന് ഇപ്പോൾ പരസ്യങ്ങൾ മാത്രമായിട്ട് തീർന്നിട്ടുണ്ട്. പരസ്യങ്ങൾ കൊടുക്കുന്നവർ മാത്രമായിരിക്കുന്നു അവരുടെ യജമാനന്മാരും, അവരോട് മാത്രമായിരിക്കുന്നു ഈ മുത്തശ്ശി പത്രങ്ങളുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും. അതുകൊണ്ട് തന്നെ അച്ചടി മാധ്യമങ്ങൾക്ക് സ്വാഭാവികമായ മരണം അതിവിദൂരമല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.